ഹായ് വെൽക്കം ടു വി വേൾഡ്. ഞാൻ കുറേ കാലമായി ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട്, പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. നമ്മൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമുള്ള പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിനെയാണല്ലോ. ഞാനും അങ്ങനെ ചികിത്സ തേടുന്ന ഒരാളാണ്. സാധാരണക്കാർ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ബാക്ക് ബോണാണത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും അതുപോലെ സാധാരണക്കാർക്കും സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് താനും. കാരണം സൗജന്യ വാക്സിനേഷൻ, ഗർഭിണികൾക്കുള്ള സൗജന്യ ചികിത്സകൾ, അതുപോലെ വയോധികർക്കുള്ള ചികിത്സകൾ, പരിചരണം, നല്ല രീതിയിലുള്ള മരുന്ന് വിതരണം, പിന്നെ അടിസ്ഥാന പരിശോധനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ ഒരു വലിയ ശക്തി തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് എനിക്കിത്തിരി വേദനയോടുകൂടി പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സാധാരണ ജലദോഷവും കഫക്കെട്ടുമായിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു. മരുന്നുകൾ എടുത്തിട്ടൊരു മാറ്റമില്ല. അപ്പോൾ 1 വീക്ക് മരുന്ന് കഴിച്ചു. ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ അല്ല. പിന്നെ 2ാമത്തെ ആഴ്ച ചെന്നപ്പോഴും എനിക്ക് സെയിം രീതിയിലുള്ള മെഡിസിൻസാണ് അവർ എഴുതി തന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ആവി പിടിക്കുന്നുണ്ട്, പിന്നെ നമ്മളതായ രീതിയിലുള്ള മീൻസ് ഈ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉണ്ടല്ലോ. എന്താ വെച്ചാൽ പച്ചമരുന്ന് ലൈക്ക് ആടലോടകം ചുക്കൊക്കെ നമ്മളെ നാട്ടുവൈദ്യം പോലെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരുന്നു, ആവി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു മാറ്റമില്ല, സംഗതി വഷളാവുക എന്നല്ലാതെ. അപ്പം എനിക്ക് ഒട്ടും പറ്റാതെയായി. എല്ലാവർക്കും ഈ അസുഖങ്ങളുണ്ട് താനും. നമ്മളിങ്ങനെ പറയുമ്പോൾ അവർക്കുണ്ട് ഇവർക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സമയം എടുത്താൽ ഇത് മാറുമായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ അവർ തന്ന മരുന്നും കഴിച്ച് ഞാനിതിങ്ങനെ കൊണ്ട് നടന്നു. പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റാതായപ്പോൾ ഞാനൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ പോയി ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീണ്ടും ചെന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകളോ ടെസ്റ്റുകളോ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോലുള്ളൊരു രോഗിക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. ഫൈനലി ഇപ്പോൾ അസുഖം വഷളായി ന്യൂമോണിയ ആയി മാറി. ഇപ്പോൾ ഞാനിപ്പോൾ 1 വീക്കായിട്ടൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ മെഡിസിൻസ്, 4 ഡേയ്സ് കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ, അതും 2 ടൈംസ് പെർ ഡേ. അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ച് ദിവസത്തെ എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല കേട്ടോ. ഇനിയും ഒരു 1 വീക്കിലേക്ക് മെഡിസിൻ എഴുതിയിട്ടുണ്ട്. ലോവർ ലങ്സ് ഓക്കെയാണ്, അപ്പർ ലങ്സ് ഓക്കെ ആവണമെങ്കിൽ ഇനിയും ഞാൻ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറയണ കാര്യം എന്ന് വെച്ചാൽ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മൾക്ക് ആയിട്ടുള്ള ചികിത്സകൾ തരാനും അതുപോലെ ടെസ്റ്റുകൾ നിർദ്ദേശിക്കാനും കുറച്ച് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധയാവാം അല്ലേ. ഹെൽത്ത് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്. പക്ഷേ അവിടെ കുറച്ചുകൂടെ സേവന നിലവാരം ശക്തമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പം പിന്നത്തേക്ക് വെച്ചാൽ ചിലപ്പം ഈ ഒരു ചൂടുണ്ടാവില്ല. കാരണം ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്താ പറയുക, കുറച്ച് ചൂടിലിരിക്കുകയാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമുക്കത് നല്ലൊരു സാമ്പത്തിക ബാധ്യത തന്നെ സാധാരണക്കാർക്ക് അത് ഏൽപ്പിക്കും. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്. എക്സ്ട്രാ ചിലവ് വരിക എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനത് മൊത്തത്തിൽ താളം തെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് മെഡിസിൻ എഴുതുക എന്നുള്ളൊരു രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് രോഗിയെ കേൾക്കുക എന്നുള്ളൊരു രീതി വരട്ടെ. ഇത് വിമർശനമല്ല കേട്ടോ, അതൊരു പ്രതീക്ഷയാണ്. ആശുപത്രികൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കുള്ള ഒരാശ്രയവും പ്രതീക്ഷയും അത്താണിയൊക്കെയാണ്. അപ്പോൾ ഓക്കെ.